ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുരാന കിളിയുടെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പുരാന കിളിയുടെ ചരിത്രവും ഹുമയൂണിനെ കുറിച്ചും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മുഗൾ വംശത്തിലെ രണ്ടാമത്തെ ചക്രവർത്തിയായ ഹുമയൂൺ പണി കഴിപ്പിച്ച ഫോർട്ടാണ് പുരാന കില. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്കവേഷൻ നടന്നിരുന്ന സൈറ്റാണിത്. ഇവിടെ നിന്നാണ് ഇന്ന് മ്യൂസിയത്തിൽ കാണുന്ന പല ആന്റിക് ഐറ്റംസും കണ്ടെത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് കാണുന്നത് ഷേർ മണ്ടലാണ്. ഷേർ മണ്ടലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബാത്ത് ഹൗസ് ഉണ്ട്. ഷേർ മണ്ടൽ ഹുമയൂണിൻ്റെ പ്രൈവറ്റ് ലൈബ്രറി ആയിരുന്നു. ഡബിൾ സ്റ്റോറീഡ് ബിൽഡിംഗ് ആണ്. ഒക്ടഗണൽ ഷേപ്പിലാണ് ഈ ഒരു ടവർ നിർമ്മിച്ചിരിക്കുന്നത്. റെഡ് കളറിലുള്ള സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. റൂഫിലേക്ക് സ്റ്റെയർസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബിൽഡിങ്ങിനകത്തേക്ക് ആർക്കും തന്നെ പ്രവേശനം അനുവദിച്ചിട്ടില്ല. കാരണം 1556 ഈ ഒരു പ്രൈവറ്റ് ലൈബ്രറി ബിൽഡിങ്ങിന്റെ പടിക്കെട്ടുകളിൽ നിന്നും താഴേക്ക് സ്ലിപ്പായി വീണിട്ടാണ് ഹുമയൂൺ മരണപ്പെട്ടത്. ഈവനിങ് പ്രയറിന് വേണ്ടി താഴേക്ക് പടിക്കെട്ടുകൾ ഇറങ്ങി വരുമ്പോൾ സ്ലിപ്പായി താഴേക്ക് വീണ് മരിക്കുകയായിരുന്നു. ഷേർമണ്ടലിനടുത്തായിട്ട് വരുന്നൊരു ബൗലിയാണിത്. പണ്ട് കാലത്ത് വെള്ളത്തിൻ്റെ സപ്ലൈക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബൗലിയാണ്. പുരാന കിലയ്ക്ക് അകത്ത് തന്നെയുള്ളൊരു മോസ്കാണിത്. ഖില ഇ കുഹ്ന മോസ്ക്. 1541 ഷേർഷാ നിർമ്മിച്ച മോസ്കാണിത്. ഈ ഒരു മോസ്കിന് 5 ഡോർവേസ് ആണുള്ളത്. ആർച്ച് ഷേപ്പിലുള്ള ഡോർവേസ്, എലഗൻ്റ് ആയിട്ടുള്ള ഡോർവേസ് ആണ്. ഒരു ആർക്കിടെക്ചറിൻ്റെ ഭംഗി അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗി വളരെയധികം എടുത്തു കാണിക്കുന്ന ഒരു 5 ഡോർവേസ് ആണ്. മസ്ജിദിന് ഫ്രണ്ടിലായിട്ട് ഒരു ഷാളോ ടാങ്കും ഫൗണ്ടനും ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയായിരുന്നു അതുണ്ടായിരുന്നത്. മോസ്കിനുള്ളിലും ഖുറാനിൽ നിന്നും എടുത്തിട്ടുള്ള ഒരുപാട് കാലിഗ്രാഫിക് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. 5 ഡോർവേസിൻ്റെയും ഓപ്പണിങ് വരുന്നത് ഈ ഒരു വലിയ വിശാലമായ പ്രെയർ ഹാളിലേക്കാണ്. ഈ ഒരു മോസ്കും 2 സ്റ്റോറേജ്ഡ് ആണ്. മുകളിലുള്ള നില സ്ത്രീകൾക്ക് പ്രെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ്. പണ്ട് കാലത്ത് മോസ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഡോർവേയിൽ കൂടിയാണ് റോയൽ ഫാമിലി മെമ്പേഴ്സ് മോസ്കിലേക്ക് വരിക. അവർക്ക് വേണ്ടി പ്രത്യേകം റിസർവ് ചെയ്തൊരു ഡോർവേ ആയിരുന്നു ലെഫ്റ്റ് സൈഡിലുള്ള ഡോർവേ. ഈ ഒരു മോസ്കിനുള്ളിൽ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ അറബിക് കാലിഗ്രാഫിക് ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ കണ്ടോ, ഇതൊക്കെ കൊത്തി വെച്ചിരിക്കുന്നതാണ് കല്ലിൽ. എത്രത്തോളം ടൈം, എത്രത്തോളം എഫേർട്ട്, എത്രത്തോളം സ്കില്ലൊക്കെ ഈ ഒരു വർക്കിനുള്ളിൽ ഉണ്ടെന്നറിയുമോ? ഇന്ത്യൻ എക്സ്പേർട്ട് ഹാൻഡ്സ് എന്ന് പറയില്ലേ, ആ ഒരു കരവിരുത്, ആ കൈകളിൽ നിന്നും ഉണ്ടായ കരവിരുത് എത്രത്തോളം പ്രശംസിച്ചാലും എത്രത്തോളം പറഞ്ഞാലും തീരില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ കൊണ്ട് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഭംഗി തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ആളുകൾ. അതിപ്പോൾ ഇന്ത്യയിൽ എവിടെ പോയാലും, ഏത് ഹിസ്റ്റോറിക്കൽ സ്പോട്ട് എടുത്താലും, ഫോർട്ടുകൾ എടുത്താലും, സ്ട്രക്ചേഴ്സ് എടുത്താലും, അന്നുണ്ടായിരുന്ന ആളുകളുടെ എല്ലാ കരവിരുതും സ്കില്ലും ഐഡിയാസും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സ്ട്രക്ചേഴ്സിലും ഫോർട്ടുകളിലും ഹിസ്റ്റോറിക്കൽ സൈറ്റുകളിലും ഒക്കെ. എന്നെ സംബന്ധിച്ച് യാത്രകൾ പോകുമ്പം ഇങ്ങനെയുള്ള സ്പോട്ടുകൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഞങ്ങൾക്ക് 2 പേർക്കും വളരെയധികം ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള സ്പോട്ടുകൾ നമ്മൾ വെറുതെ യാത്ര പോയിട്ട് തിരിച്ചു വരാം എന്നുള്ളൊരിതിലല്ല, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് വരാം എന്നുള്ള ഇതിൽ മാത്രമല്ല നമ്മൾ അവിടേക്ക് പോകുന്നത്. അവിടെയുള്ള ഓരോ പെയിൻറ്റിങ്സും വർക്കുകളും ഇതുപോലുള്ള ഇൻസ്ക്രിപ്ഷൻസ്, കൊത്തുപണികൾ എല്ലാം ഞങ്ങൾ നോക്കും, എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കും. പല സ്ഥലങ്ങളിലെയും ഈ കൊത്തുപണികളും ആർക്കിടെക്ചർ ഭംഗിയൊക്കെ കണ്ട് ഞാനിങ്ങനെ വണ്ടടിച്ച് നിന്നിട്ടുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, ലൈഫ് ലെസൺസ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ഒരുപാട് ബോളിവുഡ് മൂവീസിൻ്റെയും പാർട്ടാണ് പുരാന കില. വീർ സാര, SRKയുടെ ദിൽസെ എന്ന മൂവി, അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പുരാന കിലയിൽ വെച്ചിട്ടാണ്. മോസ്കിൻ്റെ അടുത്തായിട്ട് ഒരുപാട് അണ്ടർഗ്രൗണ്ട് ടണൽസ് ഉണ്ട്. ടണൽസ് ഒക്കെ ഓപ്പൺ ആണ്. പക്ഷെ നമ്മൾ അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്തേക്കൊന്നും പോയില്ല. ഇവിടെയൊക്കെ ഗാർഡ്സ് ഉണ്ട്. ടണലിനകത്തേക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. മുകളിലേക്കും താഴേക്കും സ്റ്റെപ്പുകളുണ്ട്. അപ്പം ടോപ്പിലൊന്നും പോയി നിൽക്കരുത്, ടണലിനകത്തേക്കും ഒന്നും പോകരുതെന്ന് അവർ പറഞ്ഞു. അണ്ടർഗ്രൗണ്ടിലുള്ള ഇങ്ങനെയുള്ള ടണൽസ് അല്ലാതെ ഇതുപോലുള്ള കുറച്ച് ടണലുകളും അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ടോപ്പിൽ നമുക്ക് കയറി നിൽക്കാം, പക്ഷെ അതൊന്നും അലൗഡ് അല്ല ഇപ്പോൾ. ഇവിടുത്തെ നെല്ലിമരം നിറയെ കായ്ച്ച് നിൽക്കുകയായിരുന്നു. കമ്പൊക്കെ എടുത്തെറിഞ്ഞ് 2-3 നെല്ലിക്കയൊക്കെ അകത്താക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവരെ 2 പേരെയും കണ്ടത്. ദേശാടന പക്ഷികളാണെന്ന് തോന്നുന്നു.
രണ്ടുപേരും ഞങ്ങളെ പറ്റിച്ച് പറന്നുപോയി. പുരാന കിലയ്ക്ക് ചുറ്റും ഒരു ലേക്ക് വ്യൂ കൂടി ബാക്കിയുണ്ട്. 20 രൂപയാണ് ലേക്ക് വ്യൂവിന് വേണ്ടിയുള്ള ടിക്കറ്റ് ചാർജ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു വ്യൂ ആസ്വദിക്കാം, കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാം, നടക്കാം, ഒരു ബോട്ട് റൈഡ് എടുക്കാം. അങ്ങനെയൊക്കെയുള്ള ബോട്ട് റൈഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം വെള്ളം അത്യാവശ്യം മോശമായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് വ്യൂ പോയിന്റിൽ വന്നു, ഈ ലേക്കിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചു, കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു, ഫോട്ടോസ് എടുത്തു. അതിനുശേഷം നാഷണൽ സുവോളജിക്കൽ പാർക്കിൻ്റെ കഫറ്റേരിയയിലേക്ക് തിരിച്ചു വന്നു. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഇവിടെ വന്നപ്പോൾ പാവ് ഭാജി കഴിക്കണമെന്നൊരാഗ്രഹം, പക്ഷേ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, ഫുഡ് കൊള്ളില്ലായിരുന്നു. അങ്ങനെ പുരാന ഖിലയോടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്